രാമക്ഷേത്രമായിരുന്നു എന്നുള്ളതിന് പ്രൂഫ് ഉണ്ടോ? ഉണ്ട്. അതാണ് ഒരു ഇൻസ്ക്രിപ്ഷൻ കെട്ടി അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദിസ് ടെമ്പിൾ ഈസ് ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് മഹാവിഷ്ണു ഹൂ ഹാസ് കിൽഡ് ബാലി. സ്റ്റുഡൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ MA കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ 10 പേരാണ് ഈ എക്സ്കവേഷനിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്കവേഷനിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവർ കൊടുത്തത്. ഇതിൻ്റെ കീഴിലായിട്ട് അമ്പലവുമില്ല, പള്ളിയുമില്ല, മറ്റൊന്നുമില്ല എന്നായിരുന്നു ഇവരാദ്യം പറഞ്ഞിരുന്നത്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ്. അതെ, ഒന്നായിട്ട്. സർ 76-ൽ പോകുമ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്തായിരുന്നു? ആ ടീമിൻ്റെ ഭാഗമായിരുന്നു സർ? അതെ 76-ൽ പ്രൊഫസർ ലാൽ സാറ് കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ ബാച്ചിലുള്ള എല്ലാ ആളും 10 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ നമ്മുടെ കോൺഗ്രസ് സ്പോക്സ് പേഴ്സൺ. അതെ സ്പോക്സ് പേഴ്സണാണ് അദ്ദേഹം, ജയറാം രമേഷ് ജി. അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു ജയശ്രീ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ജയശ്രീ രാംനാഥൻ എന്നായിരുന്നു അവരെ പിതാവ്. പെട്രോളിയം സെക്രട്ടറി ആയിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ. ഞങ്ങളൊരു ബാച്ച് ഒന്നായിട്ട്, അവർ ട്രഞ്ച് A ആണ് എക്സ്കവേറ്റ് ചെയ്യുന്നത്, ഞാൻ ട്രഞ്ച് B ആണ്, പിന്നെ CD എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എക്സ്കവേഷൻ നടത്തിയതിൽ. അപ്പം അവിടെ പോയ അവസരത്തിലാണ് ഞങ്ങളിത് കാണുന്നത്. പള്ളിയുടെ ഉള്ളിൽ പോകാൻ വേണ്ടി ശ്രമിച്ചു, പോലീസുകാരൻ തടുത്തു നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിവാദവും വലിയ ബന്ധവുമില്ല, ഞങ്ങൾ റിസർച്ചേഴ്സാണ്. അപ്പോൾ അദ്ദേഹം ഉള്ളിൽ പോകാൻ അനുവദിച്ചു. ആ പില്ലർ നോക്കിയ അവസരത്തിൽ പില്ലർ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ പില്ലേഴ്സാണ്. അപ്പം അതിൽ പൂർണ്ണ കലശ ശരിക്കും എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണ കലശ എന്ന് പറയുകയാണെങ്കിൽ ഇന്നും ഒരു ഹിന്ദു മത ആചാര്യൻ വരികയാണ്, ഒന്നുകിൽ നമ്മൾ ശങ്കരാചാര്യർ വരികയാണെങ്കിലും അദ്ദേഹത്തെ പൂമാല കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. അതേപോലെ നമുക്ക് പൊന്നാട കൊണ്ടും പറ്റില്ല, പൂർണ്ണ കലശം തന്നെ കൊടുക്കണം. അത് ദിസ് ഈസ് വൺ ഓഫ് ദ അഷ്ടമംഗല ചിഹ്നാസാണ്, 8 ഓസ്പീഷ്യസ് സിമ്പിൾസാണ്. അതിന് പുറമെ അതിൽ കുറച്ച് ദേവീദേവന്മാരെ എൻഗ്രേവ് ചെയ്തിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ഡിഫേസ്ഡ് ഓൾസോ. പിന്നെ ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്ത അവസരത്തിൽ അതിൻ്റെ ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഈ പില്ലേഴ്സ് ശരിക്കും നിർത്താൻ വേണ്ടിയിട്ടുള്ള ബ്രിക്ക് ബേസുകൾ കെട്ടി. അതേപോലെ തന്നെ കുറച്ച് ടെറക്കോട്ട് കൊണ്ടുള്ള പ്രതിമകൾ, അത് ഇറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ടെമ്പിൾസ്. കാരണം ഒരു മുസ്ലിം പള്ളിയുടെ പ്രദേശത്തിൽ നിന്ന് ഒന്നുകിൽ ആണിൻ്റെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ പ്രതിമകൾ ഒരിക്കലും കിട്ടില്ല, അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. അതേപോലെ പാമ്പിൻ്റെ പ്രതിമയുണ്ട്, ഡോഗിൻ്റെ പ്രതിമയുണ്ട്, ഇങ്ങനെയുള്ള പല പ്രതിമകളും കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്നാണ് ഇതിൻ്റെ മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നു, പള്ളിയുടെ മുമ്പ് ഒരു അമ്പലം ഉണ്ടായിരുന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. പക്ഷേ ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ് പീരീഡ്. ഇതൊരു ഇഷ്യൂ ആക്കാൻ വേണ്ടി ഒരിക്കലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആഗ്രഹിച്ചില്ല, പ്രത്യേകിച്ച് പ്രൊഫസർ VV ലാൽ. ഇതൊരു ഇഷ്യൂ ആക്കാൻ പാടില്ല, അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടിയുള്ള കാര്യമാണ്. അപ്പം പക്ഷേ 1990-ലാണ് തകരാറ് സംഭവിച്ചത്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് അവർ കുറച്ച് ഔട്ട്സ്മാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ കെയിം വിത്ത് എ പ്രസ് സ്റ്റേറ്റ്മെൻറ്റ്. അതിന് മുന്നേ ഒരു സംശയം സാർ, ഈ 76-ലെ സ്റ്റഡിയുടെ റിപ്പോർട്ട് നമ്മൾ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തിരുന്നു? ഇന്ത്യൻ ആർക്കിയോളജിക്കൽ റിവ്യൂലുണ്ട്. അതൊരു മാറ്റർ ഓഫ് ഫാക്ട്. എങ്ങനെ AMU-ലെ സയ്യിദ് അലി മിർസി അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ തങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കൗണ്ടർ ചെയ്യാനായിട്ട് പറയുന്നത്, ഒന്ന് 76-ൽ നടന്ന എക്സ്കവേഷനിൽ താങ്കൾ സ്റ്റുഡൻ്റ്, ആർക്കിയോളജി സ്റ്റുഡൻ്റ്, ദാറ്റ്സ് വൺ തിങ്. ആൻഡ് ASIയുടെ റിപ്പോർട്ടിൽ ഒരിടത്തും ഇതൊരു ടെമ്പിൾ സ്ട്രക്ചർ ആണെന്ന് പറയുന്നില്ല. ദർ ഇസ് എ സ്ട്രക്ചർ, അണ്ടർഗ്രൗണ്ട് റഡാർ ഉപയോഗിച്ചിട്ടുള്ള ഇത് സ്കാനിങ്ങിൽ ദർ ഇസ് എ സ്ട്രക്ചർ. പക്ഷെ ഇത് ടെമ്പിൾ സ്ട്രക്ചർ ആണോ മോസ്ക് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മാത്രമല്ല പ്രൊഫസർ DN ഷായും അത് കഴിഞ്ഞ് പറഞ്ഞു, അതിന്റെ സർഫസിൽ കണ്ട സ്ട്രക്ചറാണ്. താങ്കൾ ഇപ്പം പറഞ്ഞതുപോലെ അതുകൊണ്ട് അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് എന്നതിന് പ്രൂഫൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്ന് ക്ലാരിഫൈ. ശരി. ഒന്ന്, അവർ ഇത് മാത്രമല്ല പറഞ്ഞ്, ഞാൻ എക്സ്കവേഷനിൽ പങ്കെടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല, സ്റ്റുഡൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ MA കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ 10 പേരാണ് ഈ എക്സ്കവേഷനിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്കവേഷനിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ
അത് പിന്നെ വല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവർ കൊടുത്തത്. നമുക്കതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നല്ലേ. ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഞങ്ങൾ ഈ ബാച്ചിൽ ഞങ്ങൾ 10 പേരാണ് ഉണ്ടായിരുന്നത്. പഠിക്കുന്ന ബാച്ചിൽ അതെ അതെ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്കൂൾ ഓഫ് ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ട് ഞങ്ങളെ. അവിടെ നിന്നാണ് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴാണ് ഈ എക്സ്കവേഷൻസ് ഇത് നടത്തുന്നതും. പിന്നെ രണ്ടാമത് ഇർഫാൻ ഹബീബ് ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അത് മാധ്യമത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ പിന്നെ അതിൽ എക്സ്കവേഷനിൽ പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, എനിക്ക് അയോധ്യയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ പിന്നെ ഇത് പറഞ്ഞല്ലോ, പിന്നെ റഡാർ സിസ്റ്റം കൊണ്ടുള്ളത് പറഞ്ഞല്ലോ, അത് പിന്നെ പൊതുവേ ഞങ്ങൾ പിന്നെ ഈ റഡാർ സിസ്റ്റം നോക്കിയത് ആദ്യത്തേതിലല്ല, 2 എക്സ്കവേഷൻ നടക്കുന്നുണ്ട്. അല്ലല്ല, അത് 2003-ലാണ്. ബി ആർ മണിയുടെ പിന്നെ അവസരത്തിലാണ്. അത് തേജോ വികാസ് എന്ന് പറഞ്ഞൊരു കനേഡിയൻ ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരാണ് അന്ന് ഇത് ചെയ്യുന്നത്. അത് പിന്നെ ഈ പെനട്രേറ്റിംഗ് റഡാർ സിസ്റ്റം കൊണ്ടുള്ള ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് GPR പിന്നെ സർവേ ആണ് നടത്തിയത്. അപ്പോൾ അതിൽ നോക്കിയ അവസരത്തിൽ ഇതിൻ്റെ അടിയിൽ ഇവരാദ്യം പറഞ്ഞിരുന്നത്, ഈ പള്ളി നിൽക്കുന്നത് ഇതിൻ്റെ അടി, ഇത് പിന്നെ വെർജിൻ ലാൻഡിലാണ്, ഇതിൻ്റെ കീഴിലായിട്ട് അമ്പലവുമില്ല പള്ളിയുമില്ല മറ്റൊന്നുമില്ല എന്നായിരുന്നു ഇവരാദ്യം പറഞ്ഞിരുന്നത്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ്, അതെ, ഒന്നായിട്ട്. അപ്പം അതിനു വേണ്ടിയാണ് ഈ തോജോ വികാസിൻ്റെ GPR സിസ്റ്റം കൊണ്ടുള്ള സർവേ നടത്തുന്നത്. അപ്പോൾ അതിൽ അനോമലീസ് കണ്ടു. അപ്പോൾ അനോമലീസ് കണ്ടാൽ അതിനർത്ഥം ഇതിൻ്റെ അടിയിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്നാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ പേടി തുടങ്ങി, ഇതിൻ്റെ കീഴിൽ സ്ട്രക്ചർ വരാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനോടൊപ്പം ചോദിക്കട്ടെ, കണ്ണിങ്ഹാം അല്ലേ ആദ്യം ചെയ്യുന്നത്? ആ സമയത്തൊന്നും ഇങ്ങനൊരു സ്ട്രക്ചർ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. 76-ലാണ് സാർ അത് വളരെ ആദ്യം ഡിറ്റക്ട് ചെയ്യുന്നത്. അത് 1861-ലാണ്. അതെ, കണ്ണിങ്ഹാമിന്റെ സർവേയിൽ അയോധ്യയുടെ പിന്നെ ഒരു ആൻഷ്യൻ സ്ട്രക്ചറും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഫസ്റ്റ് സെഞ്ചുറിയിലുണ്ടായ വിക്രമാദിത്യയുടെ ടൈമിലുള്ള സ്ട്രക്ചേഴ്സാണ് അതിൻ്റെ അടിയിലുണ്ടായിരുന്നത് എന്നുള്ള രീതിയിലാണ്. അല്ല, അദ്ദേഹം എക്സ്കവേറ്റ് ചെയ്യുന്നില്ല, അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ 2 ഇതുണ്ട്. ഒന്ന്, എക്സ്കവേറ്റ് ചെയ്താൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് താഴോട്ട് പോകണം. അദ്ദേഹം ചെയ്യുന്ന എക്സ്പ്ലോർ ചെയ്യുകയാണ്. മുകളിലുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അത് മാത്രം നോക്കിയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. പിന്നെ അദ്ദേഹം കുറേ ബുദ്ധിസ്റ്റ് സ്ട്രക്ചറിനെ കുറിച്ചും പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ജൈനിൻ്റെയും ഉണ്ട്, അതെ. 5 ജൈൻ തീർത്ഥങ്കന്മാരുള്ള സ്ഥലമാണത്. പക്ഷേ അത് ഈ ജന്മസ്ഥാനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, ഇത് ജന്മസ്ഥാനം എന്ന് പറയുന്നത് സരീവിൻ്റെ ഇവിടെ നിന്ന് കയറി വന്നിട്ടുള്ള ഒരു കോട്ടാണ്. കോട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഉയർന്ന സ്ഥലം. അപ്പോൾ ഇവർ 2 പേരും പറയുന്നത് വിശാലമായിട്ടുള്ള ഒരു പിന്നെ അയോധ്യ ഏരിയ ഉണ്ട്, പിന്നെ ഗ്രേറ്റർ അയോധ്യ ഏരിയ. അതിൽ പിന്നെ ജൈൻ തീർത്ഥങ്കരന്മാരുടേതുണ്ട്, 5 തീർത്ഥങ്കരന്മാരുണ്ട്, ബുദ്ധിസ്റ്റ് റിമെയിൻസ് ഉണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഒരു 2.67 എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്, അതാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത്. അവിടെ ഇതൊന്നും, ഇതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ അവർ പറയുന്ന എക്സ്കവേഷനിലില്ല. അവർ ഒരു സ്ട്രക്ചറെ കുറിച്ച് പറയുന്നത്, ഒരു സ്ട്രക്ചറുണ്ട്, അത് സർക്കുലർ സ്ട്രക്ചറാണ്. അപ്പോൾ സർക്കുലർ സ്ട്രക്ചർ അത് ബുദ്ധിസ്റ്റ് സ്തൂപമാണ് എന്നാണ് അവർ പറയുന്നത്. ഈ ബുദ്ധിസ്റ്റ് സ്തൂപമാണെങ്കിൽ അതെപ്പോഴും സോളിഡ് സ്ട്രക്ചർ ആയിരിക്കും, വളരെ സോളിഡ് ആയിരിക്കും. അതിൻ്റെ പിന്നെ ഉള്ളിലൊക്കെ മണ്ണും അതേപോലെ തന്നെ കല്ലും ബാക്കിയുള്ളത് വെച്ചിട്ടായിരിക്കും. പക്ഷേ ക്ഷേത്രമാണെങ്കിൽ, ക്ഷേത്രം എന്ന് പറയുകയാണെങ്കിൽ ഈ തരത്തിലുള്ള സർക്കുലർ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ നമ്മൾ കൊല്ലം ഭാഗത്തുണ്ട്, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ധാരാളം ഇതേ സർക്കുലർ ടെമ്പിൾസ് ഉണ്ടാവും. പിന്നെ ഒന്ന് പിന്നെ ഗജപൃഷ്ഠാകാര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇതേ രൂപത്തിലുള്ള ഇതുണ്ടായിരിക്കും, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഇതൊന്നും അതോ സോളിഡ് സ്ട്രക്ചർ ആണെങ്കിൽ മാത്രമേ ഒരു ബുദ്ധിസ്റ്റ് സ്തൂപം. അപ്പോൾ സാഞ്ചി ഉണ്ടല്ലോ, അപ്പോൾ സാഞ്ചിൻ്റെ സ്തൂപത്തിൻ്റെ അടിയിൽ മുഴുവനും മണ്ണും കല്ലുമായിട്ട് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ലത്, ഇതിൻ്റെ ഉള്ളിൽ വളരെ വേക്കൻ്റാണ്. അപ്പം അവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരിക്കണം.
അങ്ങനെയുള്ളതാണ്. കാരണം ഇവർ ഒന്ന് തകരാറ്, ഇവരിൽ ഒരാൾ മാത്രമേ ആർക്കിയോളജി അറിയാവുന്ന ആളുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഹിസ്റ്റോറിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അവർക്ക് ശരിക്കും ബോധമില്ലാത്തത് കൊണ്ടാണ് അവരെന്ത് കണ്ടാലും ഉടനെ തന്നെ അഭിപ്രായങ്ങൾ പറയും. പിന്നെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് പേപ്പേഴ്സുമായിട്ട് കുറേ ആ കാലത്തിൽ ഇപ്പോൾ 1990 നമ്മൾ ഇംഗ്ലീഷ് പേപ്പേഴ്സുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ളത് അവർക്കായിരുന്നു. അപ്പോൾ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ഇംഗ്ലീഷ് ബന്ധങ്ങൾ പേപ്പേഴ്സ് അത് കോട്ട് ചെയ്യാറുണ്ടായിരുന്നു. ആർക്കിയോളജിസ്റ്റ് പൊതുവേ പിന്നെ ഇൻവേർട്ടഡ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളാണ്, അവരധികം സംസാരിക്കൊന്നുമില്ല. പിന്നെ എല്ലാം ഗവൺമെൻറ് സർവൻസാണ്. ഇപ്പോൾ ഗവൺമെൻറ് സർവൻസ് ആകുന്ന അവസരത്തിൽ സംസാരിക്കുന്നതിൽ പരിധികളും പരിമിതികളും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെയധികം യൂസ് ചെയ്തുകൊണ്ടാണ് അവരിത് ചെയ്തത്. അപ്പോൾ ഇത് കിട്ടിയ അവസരത്തിൽ അവർ എന്നെ വിളിച്ചു. അതൊരു ഡോക്ടർ ജാഫ്രി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സയ്യദ് ജാഫ്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അവരാകെ വെപ്രാളപ്പെട്ടു. കാരണം ഈ അനോമലി കണ്ടല്ലോ, അനോമലി കണ്ടതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ കീഴെ ഇത് സാധനങ്ങൾ കിട്ടാൻ വേണ്ടി പോകുന്നതെന്നാണ്. ഇവർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെ കീഴിൽ ഒന്നുമില്ല, മുസ്ലിം സ്ട്രക്ചറും ഇല്ല, ഹിന്ദു സ്ട്രക്ചറും ഇല്ല. അപ്പോൾ എന്നോട് വിളിച്ച് കെ ഭായി ये किसी भी तरीके से बंद करवा दीजिए എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇത് ബന്ദ് വെക്കാൻ പറ്റുക? ഇത് അലഹബാദ് ഹൈക്കോർട്ടിൻ്റെ ഓർഡറാണ്, 2003 ഓർഡറാണ്. അത് നമുക്ക് നിർത്താൻ ഒരിക്കലും സാധ്യമല്ല, എക്സ്കവേഷൻ നടത്തേണ്ടി വരും. നീ കിസി ബി തരീക്കെ സെ ബന്ദ് കർവാ ദീജിയെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാധ്യമല്ല, ഇതിങ്ങനെ എക്സ്കവേഷൻ ഓൾറെഡി ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞു, ആളുകൾ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു, ഇനി ഒരിക്കലും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ എക്സ്കവേഷനിലാണ് പിന്നെ ധാരാളം സാധനങ്ങൾ, പിന്നീട് രണ്ടാമത്തെ എക്സ്കവേഷൻ ധാരാളം സാധനങ്ങൾ കിട്ടുകയുണ്ടായി. എങ്ങനെ ഹൈക്കോർട്ട് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ എക്സ്കവേഷൻ ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് 12 തൂണുകളാണ് കേട്ടോ. ഇപ്പം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ കീഴിലായിട്ടുള്ളത് ഈ ബ്രിക്ക് ബേസുകൾ, ഇത് നിലം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള. പിന്നീട് 50-ൽ പരം ഈ ബ്രിക്ക് ബേസുകൾ തൂണിന് വേണ്ടിയുള്ള അത് മുഴുവൻ അവിടെ നിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ എക്സ്കവേഷൻ നടക്കുന്നതിൽ ഒന്ന് ഇവർ എക്സ്പേർട്സ് ഉണ്ട്, അതായത് പിന്നെ JNUവിലെയും അതേപോലെ അലിഗറിലെയും എക്സ്പേർട്സ് ഉണ്ട്. സോ കോൾഡ് എക്സ്പേർട്സ്, അവർക്കൊന്നും അത്ര പരിചയമുള്ള ആൾക്കാരല്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ചെയ്യുന്നത്, പക്ഷേ അവരെ വഖഫ് കമ്മിറ്റിയുടെ പിന്നെ ആളുകളാണ് ഇവർ മുഴുവനും. അല്ലാണ്ട് പിന്നെ JNUവിൻ്റെ ആയിട്ടല്ല വന്നത്, വഖഫ് കമ്മിറ്റിയുടെ ആളുകളായിട്ടാണ് വരുന്നത്. അതിന് പുറമെ ഈ വഖഫ് കമ്മിറ്റിക്ക് ഉണ്ടാകുന്ന ലോയേഴ്സ് ഉണ്ടാവും, അവരും എക്സ്കവേഷൻ ചെയ്യുന്ന സ്ഥലത്തുണ്ട്. പിന്നെ ഇവരെ ഹിന്ദു പരിഷത്തിൻ്റെ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൻ്റെ ആളുകളുണ്ട്. ഇതിന് പുറമെ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അതിൻ്റെ ആളുകളുണ്ട്. പിന്നെ എല്ലാം തന്നെ വീഡിയോ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. 1/4 ഓഫ് ദ ടോട്ടൽ വർക്കേഴ്സ് അത് മുസ്ലിങ്ങളായിരുന്നു. അവരൊരു ഡിമാൻഡ് വെച്ചു, കാരണം ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം 1/4 മുസ്ലിം വർക്കേഴ്സ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു, അവരും ചെയ്തു. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. സാർ, എക്സ്കവേഷൻസ് ചെറിയ 1-2 സംശയങ്ങളുണ്ട്. നമ്മൾ അമ്പലമാണെന്ന് പ്രൂവ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് നമ്മൾ അവിടെ എക്സ്കവേഷൻസിൽ കണ്ടെത്തി, അത് രാമക്ഷേത്രമായിരുന്നു എന്നുള്ളതിന് പ്രൂഫ് ഉണ്ടോ? ഉണ്ട്. അതാണ് ഒരു പിന്നെ ഇൻസ്ക്രിപ്ഷൻ കിട്ടി, വിഷ്ണു ഹരി ശിലാഫലകം എന്നല്ലേ. അത് എക്സ്കവേഷൻസിലല്ല, അത് പൊളിച്ചല്ലോ, പൊളിച്ച അവസരത്തിലാണ് കിട്ടുന്നത്. അതൊരു 20 ലൈൻ 92 പൊളിച്ച അവസരത്തിൽ കിട്ടിയ പിന്നെ ഇൻസ്ക്രിപ്ഷനാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദിസ് ടെമ്പിൾ ഈസ് ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് മഹാവിഷ്ണു ഹൂ ഹാസ് കിൽഡ് ബാലി. ബാലിയെ കൊന്നതാരാണ്? ആൻഡ് ഹൂ ഹാസ് കിൽഡ് 10-headed പേഴ്സൺ. അല്ല, ബലിയല്ല, അല്ല ബാലിയാണ്. അത് നമ്മളെ നാട്ടിലല്ലേ അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കൺസ്ട്രക്ഷന്റെ കാര്യത്തിലായിരുന്നു ഈ ചായയുടെ കണ്ടൻഷൻ മുഴുവൻ. അദ്ദേഹം പറയുന്നത് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം കിട്ടിയ റിലിക്സ് ആണ് ഈ പറഞ്ഞത്. അല്ല, അതിന്റെ ഉള്ളിൽ ഇതിന് ഉള്ളിൽ നിന്നാണെന്നുള്ളതിന് പ്രൂഫില്ല എന്നുള്ളതാണ് അന്നത്തെ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്. അല്ല, അത് അവരൊക്കെ ആർഗ്യുമെന്റ് ഏതോ ഒരു മ്യൂസിയത്തിൽ ഇരുന്നത്. യെസ്, അത് അവർ പറഞ്ഞിരുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. മറ്റേതുണ്ടല്ലോ സാർ, അത് പൊളിച്ച അവസരത്തിൽ
കിട്ടിയതാണ്. അപ്പം പിന്നെ എക്സ്കവേഷൻ ചെയ്ത അവസരത്തിൽ കിട്ടിയതല്ല. പക്ഷെ അവരുള്ള വാദം എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഇത് 18th സെഞ്ച്വറിയിലെ പിന്നെ ഇൻസ്ക്രിപ്ഷനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം വന്നിരുന്നത്. പിന്നീട് അവരോട് ചോദിച്ച് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പം പിന്നെ അവർ എന്നെ പുറകോട്ട് പോയി അവർ പറഞ്ഞു, അല്ല ഞങ്ങളിത് കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല, ഞങ്ങളതിൻ്റെ ഫോട്ടോ കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്നെ വിഡ്രോ ചെയ്യുകയും ചെയ്തു. 12th സെഞ്ച്വറിയിലെ ഇൻസ്ക്രിപ്ഷനാണ് അതുള്ളത്. പിന്നെ അതിന് ശേഷം പിന്നെ അവർ പറഞ്ഞു, അല്ല ഇത് മറ്റൊരു സ്ഥലത്തുള്ള, പിന്നെ പറഞ്ഞു ഇത് പ്ലാന്റ് ചെയ്തതാണ് ഒരു പിന്നെ മോഡേൺ ഇൻസ്ക്രിപ്ഷനാണ്. പിന്നെ അതിന് ശേഷം പിന്നെ അവർ ആ സ്റ്റാൻഡ് മാറ്റിയല്ല, ഇത് ഒറിജിനൽ ഇൻസ്ക്രിപ്ഷനാണ്, നിങ്ങൾ പറഞ്ഞ വാദം ഉണ്ടല്ലോ ആ വാദത്തിലേക്ക് അവരെത്തി. അതായത് ഇത് പിന്നെ ലക്നൗ മ്യൂസിയത്തിലുണ്ടായിരുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പം ലക്നൗ മ്യൂസിയക്കാരോട് എഴുതി ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ആ ഇൻസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ആ ഇൻസ്ക്രിപ്ഷൻ ഞങ്ങൾ ഇവിടെ കീപ്പപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ 2-3 പ്രാവശ്യം അവരെ ഒപ്പീനിയൻ തന്നെ മാറ്റിയിട്ടുണ്ട്.